ഹലോ ഹലോ പെൺകുട്ടികളെ, നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഇന്ന് ഈ കൂടുതലും ഫേസ്ബുക്കിൽ കൂടെ ഓരോ ആണുങ്ങൾ ഇരുന്നിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ വിളിച്ചിട്ട് അപ്പോൾ ഓരോ മെസ്സേജുകൾ ഇട്ടിട്ട് എന്താ ആദ്യം കുറേ ഇപ്പോൾ ചക്കര വർത്തമാനങ്ങൾ പറഞ്ഞ പെൺകുട്ടികളുടെ അടുത്ത്, അതായത് നേരം വെളുത്ത് ജോലിക്ക് പോകുന്ന, വീട്ടിൽ കൂലിപ്പണിക്ക് പോകുന്നവരായിട്ട് അല്ലാത്ത ജോലിക്ക് പോകുന്ന ആണുങ്ങളെന്ന് വെച്ചാൽ അവത്തുങ്ങൾ രാവിലെ മുതൽ അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ രാവിലെ മുതൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ അവരെ കുടുംബം പുലർത്താൻ വേണ്ടി അവർ കിടന്ന് ഓട്ടം വെച്ച് ഓടണം. വെയിലൊന്നും തീയൊന്നും ഇല്ലാതെ കിടന്ന് ഓടി പോയി അവർ കഷ്ടപ്പെടുന്നത് അവരെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ്. അവരെ മക്കളെ കാര്യം നോക്കാൻ വേണ്ടി, അവരെ ഭാര്യ കാര്യം നോക്കാൻ വേണ്ടി, അവർ ഒരു ദിവസം ഒരു കുടുംബം കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവരിങ്ങനെ വിടറി പിടിച്ച് കിടന്ന് ഓട്ടമാണ് അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി. അപ്പം അതിനിടയ്ക്ക് ഭാര്യയുടെ അടുത്ത് ചിലപ്പം ശൃംഗരിക്കാനോ പഞ്ചാര വർത്താനം പറയാനോ പഞ്ചാര അടിക്കാനോ അതിനൊന്നും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അവർ രാവിലെ ഈ വെയിലത്ത് ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വരുമ്പോഴത്തേക്ക് വൈകുന്നേരം വന്ന് ഭക്ഷണം കഴിച്ച് അതുങ്ങൾ ഒന്ന് നടന്നു നോക്കാമെന്നും പറഞ്ഞായിരിക്കും ഓടി വരുന്നത്. അതിനിടയ്ക്ക് ഭാര്യയുടെ പരിഭവം കാണും, മക്കളുടെ പരിഭവം കാണും, കുറേ കുറ്റങ്ങൾ കാണും, കുറേ പരാതികൾ കാണും. ഇതെല്ലാം അവരെ തലച്ചുമരിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവർ കേൾക്കും. പക്ഷെ അത് കേൾക്കുന്നെങ്കിൽ അത് ഭാര്യമാരോടുള്ള അവർക്ക് ചിലപ്പോൾ ദേഷ്യം വന്ന് വഴക്ക് പറയും. അതവർക്ക് ഭാര്യയുടെ അടുത്ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ, മക്കളുടെ അടുത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ, കുടുംബത്തെ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. അത് മക്കളെ അവരെ ഒരു കുടുംബം കൊണ്ട് എത്തിക്കാൻ അവർ അത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നു. അവർ കുറേ ചിലപ്പം ഭാര്യ അറിയാതെ കുറേ കടങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ കാര്യങ്ങളിലെല്ലാം മംഗളമാക്കി തരും. ഇപ്പോൾ ഒരു ചേട്ടാ വിളിച്ചിട്ട് ഇന്നത് വേണമെന്ന് പറയും, നിങ്ങൾക്കത് വാങ്ങിക്കൊണ്ട് തരും. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ ഒരു ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടും അറിയാതെ, നിങ്ങളെ മക്കളെയും ബുദ്ധിമുട്ടറിയാതെ കുടുംബം നോക്കും. അവർ നോക്കും. കാര്യം എന്ന് വെച്ചാൽ അവർ വാങ്ങുന്ന എത്ര ഞങ്ങൾ വെളിയിൽ നിന്ന് കടം വാങ്ങിക്കുന്നുണ്ടോ, ചേട്ടൻ എങ്ങനെ വാങ്ങിയാണോ കൊണ്ടുവന്നത്, ഒരു കാര്യം അവരും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന നിങ്ങളടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് കാര്യം എന്തിന്? കടബാധ്യത വന്നാൽ അത് അവരല്ലേ തീർക്കേണ്ടത്. അപ്പോൾ അത് അവർ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കില്ല. അപ്പോൾ അതിന് ആ ദുരിതങ്ങളെല്ലാം അവരെ തലയിലേക്ക് അവരത് എടുത്തിട്ട് അവരതിനെ മറ്റുള്ളവരുടെ മുമ്പ് ഷെയർ ചെയ്യാതെ അവർ മനസ്സിൽ കൊണ്ട് നടക്കും. അപ്പോൾ അവർക്ക് ആ കടബാധ്യതകളും പലിശകളും കടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിനകത്തൊരു ടെൻഷനാണ്. അയ്യോ, ഇനി എങ്ങനെ ഇത് കൊടുത്ത് തീർക്കും, അടുത്ത ബാധ്യത ഇനി വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇനി എങ്ങനെ ഇതെവിടെ തീർക്കും എന്നുള്ള ഒരു മനസ്സിൻ്റെ അകത്തുള്ളവർക്കൊരു വിഭ്രാന്തിയും വിഷമവും ഒക്കെ കൊണ്ടായിരിക്കും അവർ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോഴത്തേക്ക് വീട്ടിൽ കയറി വരുമ്പോഴത്തേക്ക് അവർ അതിനിടയ്ക്ക് ഫേസ്ബുക്കിൽ കുറേ എണ്ണം ഏറ്റവും തൊഴിലില്ലാതെ കുറേ എണ്ണം ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. എന്നിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ വിളിച്ചിട്ട്, നിൻ്റെ ഭർത്താവ് നിൻ്റെ അടുത്ത് മിണ്ടിയില്ലല്ലേ, നിൻ്റെ അടുത്ത് നല്ല സ്നേഹം കാണിക്കല്ലേ, കെയർ ചെയ്യുന്നില്ലല്ലേ,